ബേസിക്സ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഈ ബേസിക്സ് നമ്മൾ നേരത്തെ കേട്ടവർക്ക് ഓർമ്മയുണ്ടോ? ഈ നമ്മൾ ഈ ഞാൻ ആരാണെന്ന് ഒക്കെയുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ആരാണ്, ഈശ്വരൻ ആരാണ്, ഈ ഒരു കൺസെപ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് റിവ്യൂ ചെയ്യാം. നമ്മൾ ഈ ഗീത പഠിക്കുമ്പോൾ ഗീത പഠിക്കുന്ന കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ് മഹാഭാരത യുദ്ധത്തിൽ സമയത്ത്. അപ്പോൾ ഈ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ് ഇത്. നമുക്കും ആപ്ലിക്കബിൾ. നമ്മളും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം അർജുനന്മാരാണ്. അന്നേരം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരാണ്? ഈ ഗീത ശ്രവിക്കുമ്പോഴേ അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ആരാണെന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വിവേക ചൂടാമണിയിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് പറയുന്നത്. അതിൻ്റെ ഒരു ചുരുക്കമാണ്. അപ്പം നമ്മൾ പക്ഷേ ഈ ഞാൻ ആരാണെന്ന് ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവാത്മാവ്, പരമാത്മാവ് എന്നുള്ള പല കൺസെപ്റ്റുകളും കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഞാൻ ആരാണെന്നുള്ള രീതിയിൽ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവണം. അപ്പം ഈ ഹൂ ആം ഐ എന്നുള്ള ഒരു ചോദ്യത്തിലൊന്നും തന്നെ ഞാൻ ആരാണ്, ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം, ഈശ്വരൻ ആരാ, ഈ ഈശ്വരന് ഞാൻ തമ്മിൽ എന്താണ് ബന്ധം, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഗീത ശ്ലോകം പഠിച്ചെങ്കിൽ അർത്ഥം വായിച്ച് പോകാമെന്നല്ല, അത് നമ്മളുമായിട്ടുള്ള റിലേഷൻ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അതിനെ അപ്ലൈ ചെയ്യുന്നുള്ള ഇത് ക്ലാരിറ്റി ഇല്ലാതെ പോകും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ഇപ്പൊ ഒരു ശാസ്ത്രത്തിന്റെ അറിവില്ലാതെ നമുക്ക് പറയാൻ കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന് പറയാം. എനിക്കിപ്പോൾ സാധാരണ അറിവിൽ എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു മനസ്സുമുണ്ട്. ഈ രണ്ട് എൻറ്റൈറ്റി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പേരിനെ ഔട്ട് മാറ്റി നിർത്തിയാൽ, ഞാൻ ഇന്നടത്ത് ഇന്ന പേരെന്നുള്ളത് മാറ്റിക്കറിഞ്ഞാൽ എൻ്റെ ഒരു ഐഡന്റിറ്റി, ഞാൻ ആരാ, ശരിക്കും ആരാ ഞാൻ. അപ്പൊ എനിക്ക് ഒരു ശരീരമുണ്ട്, കാണാനൊക്കുന്ന ഒരു ശരീരമുണ്ട്, കാണാനൊക്കാത്ത ഒരു മനസ്സുമുണ്ട്. ഇത് രണ്ടും ചേർന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് മനുഷ്യനും അറിയാം അവർക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു മനസ്സും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ ശരീരത്തിനെ കാണാൻ പറ്റും, മനസ്സിനെ കാണാൻ പറ്റത്തില്ല. ഈ രണ്ടും കൂടെ ചേർന്നാണ് നമ്മൾ ഈ സാധാരണ ഞാൻ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് എൻറ്റൈറ്റി ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. ഈ ശരീരവും മനസ്സും, കാണാനൊക്കുന്ന ശരീരവും കാണാനൊക്കാത്ത ഒരു മനസ്സും രണ്ടും കൂടെ ചേർന്നാണ് ഈ സാധാരണഗതിയിൽ ഞാൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ, ഈ ശരീരവും മനസ്സും രണ്ട് ഘടകങ്ങൾ. ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത്, മനസ്സിലാണോ ശരീരം ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നേരത്തെ ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത്, മനസ്സിലാണോ ശരീരം ഇരിക്കുന്നതെന്ന് ആർക്കെങ്കിലും നേരത്തെ അറിയാവുന്നവർ പറയണ്ട, കേട്ടിട്ടില്ലാത്തവർക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നേരത്തെ കേട്ടവരെന്ന് പറഞ്ഞേ, ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത്, മനസ്സിലാണോ ശരീരം ഇരിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സിലാണ് ശരീരം, മനസ്സിലാണ് ശരീരബോധമുള്ളത് മനസ്സിലാണ്. മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. നമുക്ക് സാധാരണ നമുക്ക് എങ്ങനെ തോന്നുന്നേ? എൻ്റെ ശരീരത്തിനുള്ള മനസ്സെന്നാ തോന്നുന്നേ. അതേ സമയത്ത് മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. ഇപ്പൊ ഈ കാണാൻ പറ്റുന്ന ഈ ശരീരം ഇരിക്കുന്നത് കാണാൻ പറ്റാത്ത ഒരു മനസ്സില. കാരണം എന്താ? നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനസ്സും ശരീരവും, ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. എങ്ങനെയാ നമുക്ക് ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ബോധചിന്തകളെയാണ് മനസ്സെന്ന് പറഞ്ഞത്. മനസ്സെന്ന് പറഞ്ഞാൽ ബോധചിന്തകളാണ്. ആ ബോധചിന്തയാണ് ഞാൻ മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സിലായി, ഈ ബോധചിന്തകളിലാണ് എൻ്റെ ശരീരം നിലനിൽക്കുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? നമ്മുടെ ബോധം പോകുമ്പോൾ, എന്ന് വെച്ചാൽ ബോധം കെടുമ്പോൾ ശരീരം താഴെ വീഴും. അപ്പൊ ഈ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ബോധചിന്ത വിട്ടു പോകുമ്പോൾ, ശരീരം വിട്ടു പോകുമ്പോൾ ശരീരം താഴെ വീഴും. ഒരു ഹാങ്ങിൽ കിടക്കുന്ന ഷർട്ടിന്റെ കൂട്ട് ഈ കാണാൻ പറ്റാത്ത ഈ മനസ്സിലാണ്, കാണാൻ പറ്റാത്ത ഈ ചിന്തകളാവുന്ന മനസ്സിലാണ് ഈ ശരീരം നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ശരീരമുണ്ട്, ഇത് നിലനിൽക്കുന്നത് ഈ നമ്മുടെ മനസ്സിലാണ്. അപ്പം ഈ രണ്ട് ഘടകങ്ങളോട് ചേർന്നാണ് ഞാനെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സാണ്. കാരണം ശരീരം ജസ്റ്റ് ഒരു ഉപകരണം പോലെ ഉള്ളൂ. മനസ്സ് പോയി കഴിഞ്ഞാൽ ശരീരം അവിടെ നിലനിൽക്കത്തില്ല, ശരീരം താഴെ വീഴും. അപ്പം ഈ മനസ്സാണ് നമ്മുടെ മുഖ്യ ഘടകം. നമ്മുടെ ഓർഡിനറി സെൻസ് നോക്കുമ്പോൾ മനസ്സാണ്.
അപ്പം നമ്മള് ഈ മനസ്സിനെ നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതേ സമയത്ത് ശരീരത്തിനെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കും. ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അത് നമ്മൾ ഉടനെ പോയി റെക്ടിഫൈ ചെയ്യും. മനസ്സിനെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല വെച്ചാൽ മനസ്സുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തുവാണ് ഈ മനസ്സെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ ഈ മനസ്സിനെ കുറിച്ച് ഇവിടം വരെ നമുക്ക് സാധാരണഗതിയിൽ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരു അറിവില്ലെങ്കിലും ഒരു അറിവില്ലാത്ത എത്ര മണ്ടന്മാരായാലും ശരീരം ഉണ്ടെന്നുള്ളത് അറിയാം, മനസ്സുണ്ടെന്ന്, ഇത് രണ്ടും ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഈ ശരീരത്തിലാണ് മനസ്സിരിക്കുന്നതാണ് സാധാരണ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ മനസ്സിൽ കാണാൻ പറ്റാത്ത മനസ്സിലാണ് ഈ ശരീരം നിലനിൽക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ്. ഈ സത്യത്തെ ആദ്യം തിരിച്ചറിയുന്നു. അപ്പൊ മനസ്സെന്ന് പറയുന്നത് പിന്നെന്തുവാ? ബോധചിന്തകളാണ്. ബോധചിന്തകളിലാണ് ഈ ശരീരം നിലനിൽക്കുന്നത്. ഞാനിത് ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് അപ്പുറം മറ്റേ ഈ ബോധചിന്തകൾ എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നെങ്കിലും നമ്മൾ ശാസ്ത്രത്തിലോട്ട് കിടക്കുക. കാരണം നമ്മൾ ഈ ശാസ്ത്രത്തിൽ നിന്നുള്ള കിട്ടത്തുള്ളൂ ഈ അറിവുകളൊക്കെ. നമ്മുടെ കോമൺ സെൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതികളല്ല ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഈ മനസ്സ് ചിന്തകളെ ശാസ്ത്രവിധിപ്രകാരം 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരം ചിന്തകളാണെങ്കിലും 4 ഘടകങ്ങളായിട്ട് അതിനെ തിരിച്ചിരിക്കുക. ഒന്ന് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനസ്സെന്ന് പറയുന്നത് വികാര ചിന്തകളാണ്. എന്നുവെച്ചാൽ ദേഷ്യം, വിഷമം, സന്തോഷം, അസൂയ, കാരുണ്യം, ദയ, ഇങ്ങനെയൊക്കെയുള്ള നിരാശ, ഇങ്ങനെ പല പല വികാരങ്ങളുണ്ട് നമുക്ക്. ഈ വികാരങ്ങളുടെ ചിന്തകളുണ്ട്, പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്. ഇതിനെ പറയുന്നത് മനസ്സെന്നാണ്. മനസ്സിന്റെ സ്വഭാവമാണ് വികാര ചിന്തകൾ. ആദ്യത്തെ പാർട്ട് മനസ്സ്. അടുത്തത് ബുദ്ധി. ബുദ്ധി എന്ന് പറയുന്നത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിന്തിക്കും ചില കാര്യങ്ങൾ. എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ എന്നൊക്കെ അനലൈസ് ചെയ്യും. നമ്മളൊരു വിശകലനം ചെയ്യും. അതിനെ വിചാരം ചെയ്യുക എന്നാണ് പറയുന്നത്. വിചാരം ചെയ്യുക. അപ്പം ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ഞാൻ ഒരു കർമ്മത്തിന് വേണ്ടി ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണം അതിനെ ഒന്ന് വിശകലനം ചെയ്ത് അങ്ങനെ ചെയ്യണം. ആ തരം ചിന്തകളെ ബുദ്ധി എന്ന് പറയുന്നു. അപ്പം വികാരചിന്തകൾ മനസ്സ്, വിചാരചിന്തകൾ ബുദ്ധി. ഞാൻ ഒരു വിഷമം വരുക, ഞാൻ വികാരാധീനായി പോയി എന്ന് പറയും, എമോഷണൽ ആവുക. നമ്മൾ ദേഷ്യം വരുന്നു, മുൻകോപം, പെട്ടെന്നൊക്കെ ദേഷ്യം വരും. ഇപ്പൊ ഇതൊക്കെ ഒരു വികാരമാണ്. അപ്പം അതിനെ വികാരം എന്ന് പറയുന്നത് എൻ്റെ എമോഷണൽ തോട്ട്സ്. അത് വികാര ചിന്തകളാണ്. ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോഴോ എങ്ങനെ ചെയ്യണമെന്ന് അത് വിചാരചിന്തകളാണ്. അപ്പൊ രണ്ടും രണ്ടാണ്, വികാരചിന്തയും വിചാരചിന്തയും. അപ്പൊ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ശരി, വിചാരം എന്നാ പറയുന്നത്. ഞാൻ വികാരിച്ചു നോക്കുമ്പോൾ എന്ന് പറയുമോ? വികാരം എന്ന് പറയത്തില്ല. അതൊരു എമോഷണൽ തോട്ട്സ് അല്ലത്, എമോഷണൽ ചിന്തകളല്ലത്. അനലിറ്റിക്കൽ തോട്ട്സ്. അത് വിശകലന ചിന്തകളാണ്. വിശകലനം ചെയ്യുക, എങ്ങനെ ചെയ്യണം എന്നുള്ളത് താരതമ്യപ്പെടുത്തി നമ്മുടെ അനുഭവങ്ങളുമായിട്ടൊക്കെ നോക്കി നമ്മുടെ അറിവിന്റെ ബേസിൽ വിചാരം ചെയ്ത് നോക്കി. അപ്പം വികാരചിന്തകൾ മനസ്സ്, വിചാരചിന്തകൾ ബുദ്ധി. അടുത്തത് മനസ്സ്, ബുദ്ധി, ചിത്തം. ചിത്തം വെച്ചാൽ മെമ്മറിയാണ്, ഓർമ്മ ചിന്തകൾ. നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകുന്ന എല്ലാ നമുക്ക് അറിവ് ഉറച്ച കാലം വഴി, നമ്മുടെ ബുദ്ധി ഉറച്ച സമയം തൊട്ട് നമ്മുടെ കുട്ടിക്കാലത്തിൽ ഒരു പരിധി തൊട്ട് നമുക്ക് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ സ്റ്റോറേജ് ആണ്. ആ ചിന്തകളെല്ലാം പെട്ടെന്ന് ഉപയോഗിക്കത്തില്ല. ഒരു കാര്യം വരുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ ആ ചിന്തകൾ നമ്മുടെ ഉണ്ടാവത്തില്ല. ഒരാളെ ഒരു അപരിചിതനെ പെട്ടെന്ന് കാണുന്നു, ഇങ്ങനെ ഞാൻ അന്ന് ഇവിടെ കണ്ടതായിരിക്കും. അപ്പൊ നമ്മൾ അന്ന് കണ്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ അന്ന് പരിചയപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ അതിനെ ഓർമ്മയിൽ നിന്ന് എടുക്കുക. സ്മൃതി, ഓർമ്മ. ഓർമ്മ ചിന്ത, അതിനെ ചിത്തം എന്ന് പറയുന്നു. മറ്റേത് അടുത്തത് ലാസ്റ്റ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ എന്ന ഭാവത്തിൽ ഞാൻ ചെയ്തു, ഞാനാണ് പറഞ്ഞത്, ഞാൻ പോയി, എൻ്റെ മിടുക്കൊണ്ടാണ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഞാനെന്നുള്ള ചിന്തകളുണ്ട്, ഞാനെന്ന ഭാവം. അപ്പം അഹംഭാവം, അതിനെയാണ് അഹങ്കാര ചിന്ത. അതിന് ഈഗോ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം വെച്ചാൽ മൈൻഡ്, ഇന്റലക്റ്റ്, മെമ്മറി ആൻഡ് ഈഗോ. ഇപ്പൊ ഇതാണ് നമ്മുടെ ചിന്തകൾ. ഏത് ചിന്തകളെ ശ്രദ്ധിച്ചു നോക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും വരുന്നത്.
ഈ 4 കാറ്റഗറി പെടാത്ത ഒരു ചിന്തകളും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ടൈപ്പ് ചിന്തകൾ വരുന്നോ ഈ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. സോ അപ്പം നമ്മുടെ ഈ ചിന്തകളെ അതിനെ സംസ്കൃതത്തിൽ പറയുന്നത് അന്ധക്കരണം എന്നാണ്. നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയും, മൊത്തത്തിൽ നമ്മൾ മനസ്സെന്നങ്ങ് പറയുന്നു. പക്ഷേ ഈ ശാസ്ത്രവിധിപ്രകാരം ഇതിനെ അന്ധക്കരണം എന്ന് പറയുന്നു. അന്ധക്കരണം വെച്ചാൽ ഉള്ളിലുള്ള ഒരു കരണം. കരണം വെച്ചാൽ ഉപകരണം. സ്ഥൂല ശരീരം വെളിയിലുള്ള ഉപകരണവും ഉള്ളിലുള്ള ഉപകരണം അതിനെ അന്ധക്കരണം. അപ്പം നമ്മുടെ എനിക്ക് 2 ഉപകരണം, മനസ്സും ഈ ശരീരവും എൻ്റെ 2 ഉപകരണങ്ങളാണ്. ഈ മനസ്സും ഞാനല്ല, ശരീരവും ഞാനല്ല. കാരണം എന്താ? നമ്മൾ സാധാരണ പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറയുന്നു, എൻ്റെ കണ്ണാടി, എൻ്റെ ഫോണ്, ഈ ഫോൺ ഞാനല്ല എന്ന് പറയുന്ന പോലെ എൻ്റെ മനസ്സ് പറയുന്നു. അതാ ശരി. ഇപ്പൊ എൻ്റെ മനസ്സ് പറയുമ്പോൾ മനസ്സ് ഞാനല്ല, എൻ്റെ ശരീരത്തിന് സുഖമില്ല, എൻ്റെ ശരീരം. അപ്പൊ എൻ്റെ ശരീരവും ഞാനല്ല. ഈ ശരീരവും മനസ്സുമല്ലാത്ത ഒരു എൻറ്റൈറ്റിയാണ് ഞാൻ. പക്ഷെ നമുക്ക് പ്രൈമറിലി തോന്നുന്നത് എന്തുവാ? ഈ മനസ്സും ശരീരവും ചേരുന്നതാണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത. ഞാൻ ശരീരമാണ്. അപ്പൊ നമുക്ക് എവിടെ ഇത് ബോധ്യപ്പെടുന്നേ? ഈ ശരീരവും മനസ്സും ഞാൻ അല്ലെന്ന് ബോധ്യപ്പെടുന്ന എങ്ങനെയാ? നമ്മുടെ കാരണം ഈ 2ഉം ഉപകരണങ്ങളാണെന്നുള്ളതിന്റെ അടുത്ത് ഈ ശാസ്ത്രത്തിൽ കൂടെ പോയാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഈ മനസ്സ് ചിന്തകളാ. ഈ ചിന്തകൾ എവിടുന്നാ വരുന്നേ? ഈ ചിന്തകളുടെ ഉത്ഭവം എവിടുന്നാ? ചിന്തകൾ എന്ന് പറയുന്ന മനസ്സാ. ഈ മനസ്സ് അല്ലെങ്കിൽ ചിന്തകൾ, ഈ ചിന്തകൾ എവിടുന്ന് വരുന്നു? ബുദ്ധിയിൽ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം മൊത്തത്തിനെ ചേർത്താണ് ഞാൻ മനസ്സെന്ന് പറഞ്ഞത്. കാരണം മലയാളത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അന്ധക്കരണം എവിടുന്ന് വരുന്നു? ഈ അന്ധക്കരണത്തിന്റെ ഒറിജിൻ എവിടാ? നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നു, ഒന്നീ വികാര ചിന്തയായിരിക്കും, അല്ലെങ്കിൽ വിചാര ചിന്തയായിരിക്കും, അല്ലെങ്കിൽ ഓർമ്മ ചിന്തയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവചിന്തയായിരിക്കും. ഈ ചിന്തകൾ വികാരചിന്തയിൽ നിന്നും വരും. വികാരചിന്ത, ഇതെല്ലാം ചിന്തകളാണ്. ഈ എല്ലാ തരം ചിന്തകളുടെ ഉത്ഭവ സ്ഥാനമാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ആലോചിച്ച് നോക്കി നമുക്ക് പറയാൻ കഴിയും. അതും നമ്മുടെ അതിന് ശാസ്ത്രത്തിന്റെ പോയിന്റ് കാര്യമില്ല. സാമാന്യ ബുദ്ധിയിൽ നിന്നോ? ബുദ്ധി എന്ന് പറയുന്നത് ഞാൻ ഈ ബുദ്ധി, ചിത്തം, അഹങ്കാരം ഈ 4ഉം എവിടെ നിന്ന് വരുന്നെന്നാ ചോദിക്കുന്നത്. ഇതിന്റെ ഒറിജിൻ പഴയ വാസനകളിൽ എന്റെ വാസനയിൽ നിന്ന്, എന്റെ സംസ്കാരത്തിൽ നിന്ന്. ഓരോരുത്തരുടെയും സ്വഭാവമുണ്ട്. ഓരോരുത്തരുടെയും സ്വഭാവം, ഓരോരുത്തർക്കും എന്റെ സ്വഭാവം, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, വാസന. അതിൽ നിന്നാണ് എന്റെ ചിന്തകൾ വരുന്നത്. ഓരോരുത്തരുടെയും ഒരു സംസ്കാരമുണ്ട്, വാസന എന്ന് പറയും, സ്വഭാവം. അപ്പൊ ഇതിൽ ആ വാസനയിൽ നിന്നാണ് എൻ്റെ ചിന്തകളുടെ ഉത്ഭവം. അപ്പൊ ഈ വാസന, അപ്പൊ ഇതിന്റെ അടുത്തത് നമ്മൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അന്ധക്കരണം എന്ന് പറഞ്ഞു, ശരീരം എന്ന് പറഞ്ഞു. ആദ്യത്തെ 2 ഘടകങ്ങളാണ് നമുക്ക് അറിയപ്പെടുന്ന 2 ഘടകങ്ങളാണ് സ്ഥൂല ശരീരവും. ഈ കാണപ്പെടുന്ന ശരീരത്തിന് സ്ഥൂല ശരീരം എന്ന് പറയുന്നു. ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അന്ധകരണത്തിന് ശാസ്ത്രത്തിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. അപ്പം കാണപ്പെടുന്ന ശരീരം സ്ഥൂല ശരീരം, ബാഹ്യമായി കാണുന്നതിന് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. അപ്പം അടുത്തൊരു ശരീരമാണ് നമ്മുടെ മനസ്സ്. മനസ്സെന്ന് വെച്ചാൽ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നെങ്കിലും അന്ധകരണം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇത് 4ഉം കൂടെ ചേരുന്നതാണ് അന്ധകരണം. നമ്മൾ സാധാരണ മനസ്സെന്ന് പറയുന്നു, മലയാളത്തിൽ അങ്ങനെ പറയുന്നുള്ളൂ, അല്ലാതെ അന്ധകരണത്തിന് ഒരു മലയാള വേർഡില്ല. പക്ഷെ നമ്മൾ പൊതുവിൽ മനസ്സെന്നങ്ങ് പറയുന്നു. ഈ മനസ്സെന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരത്തിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. നമുക്ക് സൂക്ഷ്മ വെച്ചാൽ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ബാക്ടീരിയയൊക്കെ സൂക്ഷ്മ ജീവികളാ, കാണാൻ പറ്റത്തില്ല. സ്ഥൂല മീൻസ് ഗ്രോസ്, അത് നമുക്ക് കാണാൻ പറ്റും. ഗ്രോസ് ബോഡി. ഇത് സട്ടിൽ ബോഡി. സട്ടിൽ ബോഡി എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ശരീരം, കാണാൻ പറ്റത്തില്ല. നമുക്ക് 2 ലെയർ ഉണ്ട്. ഇപ്പൊ നമുക്ക് കാര്യം സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ഒറിജിനാണ് നമ്മൾ പറഞ്ഞ സംസ്കാരം, വാസന. ഈ വാസനയാണ് അതിനെ പറയുന്ന കാരണ ശരീരം. അപ്പൊ നമുക്ക് 3 ശരീരങ്ങളുണ്ട്. നമുക്കിപ്പോ ആദ്യം നമുക്ക് അറിയപ്പെടുന്നത് ഈ കാണുന്നത് മനസ്സിനെ നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന ശാസ്ത്രവിധി പ്രകാരം പറയുന്നത്. സ്ഥൂല ശരീരം,
സൂക്ഷ്മ ശരീരം, ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ഒറിജിൻ കാരണ ശരീരം. ഈ കാരണ ശരീരം വാസന, സംസ്കാരം, ഇതിനെ പല പേരുകൾ പറയും. അജ്ഞാനം, അവിദ്യ, ഇതെല്ലാം പേര്, അല്ലെങ്കിൽ വാസന, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പേര് പറയാം. കാരണം ശരി, എന്തുകൊണ്ടാണ് ഇതിനെ കാരണം? ഈ വാസന കാരണമാണ് ഈ, അല്ലെങ്കിൽ കർമ്മഫലം എന്ന് പറയാം. കർമ്മഫലം, വാസന, അവിദ്യ, അജ്ഞാനം, ഈ വാസനയാണ്, ഈ സംസ്കാരമാണ് എൻ്റെ ജന്മത്തിന് കാരണമായത്. അപ്പൊ എൻ്റെ ജന്മത്തിന് കാരണമായത് കൊണ്ടാണ് ഇതിനെ കാരണ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്കൊരു സ്ഥൂല ശരീരമുണ്ട്, ഒരു സൂക്ഷ്മ ശരീരമുണ്ട്, ഒരു കാരണ ശരീരമുണ്ട്. എന്നാലും ഞാനാകുന്നില്ല. ഇത് മൂന്നോട് ചേർന്നാലും ഞാനാകുന്നില്ല. കാരണം ഈ മൂന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു പവർ വേണം. ഈ സൂക്ഷ്മ ശരീരവും, സ്ഥൂല ശരീരവും, സൂക്ഷ്മ ശരീരവും, കാരണ ശരീരവും പ്രകടമാവണമെങ്കിൽ, വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പവർ വേണം, ഒരു ശക്തി കിട്ടണം. ഇപ്പൊ നമ്മളൊരു കാറുണ്ട്, കാറിന് എഞ്ചിനുണ്ട്, ബോഡിയുണ്ട്, ടയറുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിനകത്തിൽ ആ കാറ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിൽ പെട്രോൾ എന്നുള്ള ഒരു പവർ വേണം. പെട്രോൾ ഒഴിച്ചാലേ അത് സ്റ്റാർട്ട് ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ആവൂ ഇല്ല. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ മൂന്ന് ശരീരങ്ങൾ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇത് മൂന്നും വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പവർ വേണം. ആ പവർ ഈശ്വര ചൈതന്യം, ഈശ്വരന്റെ പവറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ചൈതന്യം വേണം, ചൈതന്യം. അപ്പൊ ഈ ചൈതന്യത്തിന്റെ, ഈശ്വരന്റെ അംശം നമ്മളിലോട്ട് ഇങ്ങനെ കണക്ട് ആവുമ്പോഴാണ് ഞാൻ എന്നുള്ള വ്യക്തി, അപ്പൊ അപ്പോഴാണ് ഞാൻ ഉത്ഭവിക്കുന്നത്. അതുവരെ ഇത് ജഡമാ. ഞാൻ എന്നുള്ളത് ഈ ഈശ്വര ചൈതന്യത്തിനെ പറയുന്നതാണ് ആത്മാവ്. അപ്പൊ ആത്മാവ് അതിന് രണ്ടു തരത്തിൽ പറയാം. ഒന്ന് പരമാത്മാവ്, ശരിക്കുമുള്ള ഈശ്വരൻ. അതിന്റെ ഒരു അംശം എന്നിലോട്ട് പ്രവഹിക്കുമ്പോഴേ, എന്നിലോട്ട് കണക്ട് ആവുമ്പോഴേ ഈ മൂന്നും വർക്ക് ചെയ്യുന്നു എൻ്റെ വാസനയിലോട്ട്. ആ ഈശ്വരന്റെ അംശം എൻ്റെ വാസനയിലോട്ട് പ്രതിഫലിക്കുമ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെയും അത് പ്രകടമാവുന്നു ഈ ലോകത്തില്. അതിനെ പറയുന്നത് ജീവാത്മാവ്. ഈ ജീവൻ ആണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ പരമാത്മാവിന്റെ, ഈ ഈശ്വരന്റെ അംശം, അല്ലെങ്കിൽ പരമാത്മാവിന്റെ അംശം. ഈശ്വരൻ നമുക്ക് പറയാം, പരമാത്മാവ് ഈശ്വരനാണ്. ആ പരമാത്മാവിന്റെ ഒരംശം ഈ വാസനയിൽ കൂടി, ഈ വാസനയിലോട്ട് പ്രതിഫലിക്കുവാണ്. എൻ്റെ വാസനയിലോട്ട് ആ പരമാത്മ ചൈതന്യന്റെ അംശം ഈ റിഫ്ലക്റ്റ് ആവുമ്പോൾ, പ്രതിഫലിക്കുമ്പോൾ, ഈ സ്ഥൂല ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും കാരണ ശരീരത്തിൽ കൂടെയും കൂടെ അത് പ്രകടമാവുന്നു. അപ്പോഴാണ് ജീവാത്മാവ് ഉടലെടുക്കുന്നത്. ജീവാത്മാവ് അതുവരെ അത് ജഡമായിട്ടിരിക്കും. മൂന്ന് ശരീരമുണ്ട്, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ കാരണ ശരീരത്തിൽ കൂടാണ് ഈ ചൈതന്യം കണക്ട് ആവുന്നത്. അതിന് പറഞ്ഞ ജീവൻ. ആ ജീവൻ ലൈവാണ്, മംഗളസ്വരൂപം, മംഗളമാണ്. ഈ ചൈതന്യം ഇല്ലെങ്കിൽ, ഈ ഈശ്വരന്റെ അംശം ഇല്ലെങ്കിലോ ഞാൻ ജഡമാണ്, ശവമാണ്. അപ്പൊ ഈ ഈശ്വരന്റെ ചൈതന്യം എൻ്റെ കാരണ ശരീരം മീൻസ് വാസന, സംസ്കാരം. അപ്പൊ ഇതിലേക്കൂടെ പ്രകടമാകുമ്പോഴാണ് ഈ വാസനയിലോട്ട് റിഫ്ലക്റ്റ് ആകുമ്പോഴേ അത് എങ്ങനെയാ പ്രകടമാവുന്നേ? സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെയും പ്രകടമാവും. അപ്പൊ ജീവാത്മാവ് വരുന്നു. ഇപ്പൊ ഞാനെന്ന് ശരിക്കും ഞാൻ ജീവാത്മാവാണ്. എൻ്റെ ശരീരവുമല്ല, മനസ്സുമല്ല. ഇത് രണ്ടിനും. അതുകൊണ്ടാണ് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് പറയുന്നു. ഈ രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻറ്റൈറ്റിയാണ് ഈ ജീവാത്മാവ്. ജീവാത്മാവിന്റെ രണ്ട് ഉപകരണങ്ങളാണ് ഈ മനസ്സും ശരീരവും, അല്ലെങ്കിൽ അന്ധകരണവും സ്ഥൂല ശരീരവും. അപ്പൊ കാരണ ശരീരത്തിൽ കൂടെയാണ് ഈ ചൈതന്യം കണക്ട് ആവുന്നത്. അതാണ് ചിത്തം. എൻ്റെ ചിത്തത്തിലാണ് എൻ്റെ സംസ്കാരം. ഈ സംസ്കാരത്തിൽ നിന്നാണ് എൻ്റെ ചിന്തകൾ വരുന്നത്. ഈ സത് ചിത് ആനന്ദം എന്ന് കേട്ടിട്ടില്ലേ? സത്താണ്, അത് ചിത്തമാണ്, അത് ആനന്ദമാണ്. ഈ ഈശ്വരനെ പറയുന്നത് ആനന്ദ സ്റ്റേജ്. ആനന്ദ സ്റ്റേജ് സന്തോഷം എന്നുള്ളതല്ല, അതൊരു പരമമായ ശാന്തി, നിശ്ചലതയാ, സ്വസ്ഥതയാ. ആ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശം എൻ്റെ വാസനയിൽ പ്രതിഫലിക്കുമ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെയും പ്രകടമാകുമ്പോൾ ജീവാത്മാവ് പ്രകടമാകുന്നു.
ഇപ്പൊ ഞാനെന്ന് പറയുന്നത് ജീവാത്മാവാണ്. ഇപ്പൊ ഞാനെന്ന് പറയുന്നപ്പോ എപ്പോഴും നമുക്ക് ആദ്യം തോന്നുന്നത് എന്തുവാ? ഞാൻ എൻ്റെ ശരീരമാണെന്നുള്ള തോന്നലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ശരീരമാണ്, ഞാനാണ്, ഞാൻ അഹന്ത, അഹങ്കാരം, ഞാൻ ഈശ്വരന്റെ അംശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ നമ്മളെ ഇത് എവിടാ ഇത് കണക്ട് ആയത്? ഈ ഈശ്വര ചൈതന്യം എവിടാ കണക്ട് ആയത്? പറയാമോ? ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ ഈശ്വര പരമാത്മാവിന്റെ അംശം എവിടാണ്? ഈ ജീവാത്മാവിന്റെ എവിടാണ് അത് പ്രതിഫലിച്ചത്? വാസന. വാസനയില്, എൻ്റെ കാരണ ശരീരത്തില്. അപ്പൊ ഈ പരമാത്മ ചൈതന്യം കാരണ ശരീരത്തിൽ കൂടാണ് ജീവനാവുന്നത്. അപ്പോ അതിനെ പറയുന്നതാണ് ആ പരമാത്മ ചൈതന്യം വാസനയോട് ചേരുമ്പോഴാണ് ജീവൻ ഉടലെടുക്കുന്നത്. അതാണ് ഞാൻ. പരമാത്മ ചൈതന്യ അംശം വാസനയും കൂടെ ചേരുന്നതാണ് ഞാൻ. അതിന്റെ പ്രകടനം സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെയും. ഈ വാസന എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം, അതാണ് ഈ വാസന. ഈ വാസനയെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുള്ളത്, ഈ വാസന എന്ന് പറയുന്നത് കർമ്മഫലമാണ്. എൻ്റെ വാസന വന്നത് കർമ്മഫലമാണ്. കർമ്മഫലം വെച്ചാൽ സഞ്ചിത കർമ്മം എന്ന് പറയും. എൻ്റെ സഞ്ചിത കർമ്മമാണ് എൻ്റെ ജന്മത്തിന് കാരണം. ഈ സഞ്ചിത കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ ജീവാത്മാവ് ഈ സ്ഥൂല ശരീരം കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ഈ മരണസമയത്ത് എന്താ സംഭവിക്കുന്നത്? എൻ്റെ സ്ഥൂല ശരീരം വിട്ട് ഈ കാരണ ശരീരം സൂക്ഷ്മ ശരീരത്തിനെ എടുത്തുകൊണ്ട് പോകും. എൻ്റെ മരണസമയത്ത് സംഭവിക്കുന്നത് എന്താണ്? ഈ പരമാത്മ എൻ്റെ കാരണ ശരീരം സൂക്ഷ്മ ശരീരത്തിനെ വഹിച്ചുകൊണ്ട് ഈ പരമാത്മ ചൈതന്യത്തിൽ ലയിക്കുകയാണ്. അതിനിങ്ങനെ ഒഴുകി പോവുകയാണ്. ജലാംശത്തിൽ കൂടാണ്, ഈർപ്പത്തിൽ കൂടാണ്. അപ്പൊ എൻ്റെ സ്ഥൂല ശരീരം പാമ്പ് പടം പൊഴിക്കുന്ന പോലെ ഈ സ്ഥൂല ശരീരത്തിനെ വിട്ടിട്ട് എൻ്റെ കാരണ ശരീരം വെച്ചാൽ കർമ്മഫലം അല്ലെങ്കിൽ എൻ്റെ വാസന ഈ അന്ധകരണ സൂക്ഷ്മ ശരീരത്തിനെയും വഹിച്ചുകൊണ്ട് യാത്രയാവുന്നു. ഇതെങ്ങോട്ടാ പോന്നേ? വേറൊരു ശരീരത്തിലോട്ട് ജന്മമെടുക്കാൻ. അപ്പൊ ഈ സ്ഥൂല ശരീരം ഇവിടെ കിടക്കും. അപ്പൊ അതൊരു ജഡമായി കഴിഞ്ഞു. സൂക്ഷ്മ ശരീരത്തിന് യാത്രയുണ്ട്. അപ്പം എൻ്റെ വാസന എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ എവിടുന്ന് വന്നു വെച്ചാൽ എൻ്റെ ശരീരത്തെ രണ്ട് ഘടകങ്ങളുണ്ടല്ലോ. ഒന്ന് ശരീരമുണ്ട്, സ്ഥൂലമായിട്ടുള്ള ഒരു ശരീരമുണ്ട്. രണ്ട് സൂക്ഷ്മ ശരീരങ്ങളോ. ഈ സൂക്ഷ്മ ശരീരം വെച്ചാല് അന്ധകരണവും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അന്ധകരണം സൂക്ഷ്മ ശരീരമാണ്. അതിന്റെ കൂടെ ഇതുപോലെ കാണാനൊക്കെ ഒരു ശരീരം വാസനയെ കാണിച്ചു തരാൻ പറ്റുമോ? അത് കാണാൻ പറ്റും. ഇത് രണ്ടും കൂടെ ആണ് ഇവിടുന്ന് വിട്ടുപോകുന്നത്, ഈ സ്ഥൂല ശരീരത്തിന് ഇവിടെ വിട്ടിട്ട്. അപ്പൊ സ്ഥൂല ശരീരവും ഈ രണ്ട് ശരീരങ്ങളും വന്നത് രണ്ട് ഒറിജിനിൽ നിന്നാണ്. ഈ സ്ഥൂല ശരീരം വന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ സ്ഥൂല ശരീരം ഉണ്ടായത് പഞ്ചഭൂതങ്ങളിൽ നിന്ന്. എന്നുവെച്ചാല് ഈ ശരീരം എവിടുന്നാ ഉടലെടുത്തത്? അച്ഛന്റെയും അമ്മയുടെയും ബീജവും അണ്ടവും യോജിച്ച് സകലം ചെയ്ത ഒരു ആദ്യത്തെ സെല്ലുണ്ടാവുന്ന എവിടുന്ന? ഈ ബീജവും അണ്ടവും ഇടുന്ന അവരുടെ രക്തത്തിൽ നിന്നാണ്. ഈ രക്തം എവിടുന്നുണ്ടായി? അച്ഛനും അമ്മയ്ക്കും ആഹാരം കഴിച്ച്. ഈ ആഹാരത്തിൽ നിന്നാണ്. ഈ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചഭൂതമാണ്. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഉണ്ട് അതിനകത്തില്. എന്നുവെച്ചാല് ഭൂമിയുണ്ട്, ജലമുണ്ട്, അഗ്നിയുണ്ട്, വായുണ്ട്, സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ഇത് നാലും കൂടെ കിട്ടുന്നതാണ്, വരുന്നതാണ് ഈ രക്തം. ഈ ബ്ലഡിൽ നിന്ന് വരുന്നതാണ് ബീജവും അണ്ടവും യോജിച്ച് ആദ്യത്തെ എംബ്രിയോ ഉണ്ടാവുന്നത്. ആ ഒരു സെല്ല് മൾട്ടിപ്ലൈ ആണ് എൻ്റെ ശരീരം ഉണ്ടായത്. ഈ ശരീരം ഉണ്ടായത് പഞ്ചഭൂതത്തിൽ നിന്നാണ്. ഈ ശരീരം നിലനിൽക്കുന്നുണ്ടെങ്കിലോ ഈ പഞ്ചഭൂതങ്ങൾ തന്നെ വേണം. ഈ പഞ്ചഭൂതം ഇല്ലാതെ ഈ ശരീരം നിലനിൽക്കുമോ? ഇല്ല. പഞ്ചഭൂതത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് പഞ്ചഭൂതത്തിന്റെ ഹെൽപ്പിൽ തന്നെ വിസ്റ്റാൻഡ് ചെയ്ത് ഇവിടെ സ്ഥിതി ചെയ്ത് ഇത് മരണസമയത്തോ മരിച്ചു കഴിഞ്ഞാൽ ഇത് പഞ്ചഭൂതത്തിലോട്ട് ലയിക്കും. ഉള്ളിലുള്ള സ്പേസ് വെളിയിലുള്ള സ്പേസ് ലയിച്ചു പോകും. ഉള്ളിലുള്ള വായു വെളിയിലുള്ള വായുവിലോട്ട് പോകും. ചൂട്, നമ്മുടെ ശരീരത്തിൽ ചൂട് നിൽക്കുന്നുണ്ട്. ആ ചൂട്, ആ ടെമ്പറേച്ചർ വെളിയിലുള്ള ചൂടിലോട്ട് ലയിക്കും. ഈ ഖരവസ്തുക്കളെല്ലാം ഭൂമിയിലോട്ട് ലയിക്കും. ഇപ്പൊ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായ ശരീരം പഞ്ചഭൂതത്താൽ നിലനിന്ന് പഞ്ചഭൂതത്തിലോട്ട് ലയിക്കും. അത് അതിൻ്റെ എവിടുന്ന് വന്നോ അതിലോട്ട് എത്തിച്ചേരും. അപ്പം
ഏതിൽ നിന്ന് ഉത്ഭവിച്ചോ അതിൽ തന്നെ എത്തിച്ചേരുന്നതാണ് ഒരു സൈക്കിളാണിത്. അതുപോലെതാണ് മനസ്സ്. എൻ്റെ മനസ്സ് എവിടെ നിന്ന് വന്നു? മനസ്സെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം എവിടെ നിന്ന് വന്നു? കാരണ ശരീരത്തിൽ നിന്ന്. കാരണ ശരീരം എവിടെ നിന്ന് വന്നു? ഈശ്വരിൽ നിന്ന്. ഈശ്വരന്റെ ചൈതന്യത്തിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. അപ്പം തിരിച്ചും ഈ മനസ്സ് എവിടെ നിന്ന് ഉത്ഭവിച്ചോ അവിടെ തന്നെ എത്തിച്ചേരണം. പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായ സ്ഥൂല ശരീരം പഞ്ചഭൂതത്തിൽ നിലനിന്ന് പഞ്ചഭൂതത്തിൽ തന്നെ ലയിക്കണം. അതിനെയാണ് പറയുന്നത് മോക്ഷാവസ്ഥ. എവിടുന്ന് വന്നോ അതിലൊട്ടൊന്നിന് ചെന്ന് ചേരണം. അതാണ് മോക്ഷം. ഇതുപോലെ മനസ്സിനും മോക്ഷം ഉണ്ടാവണം. മനസ്സിനെന്തോ മോക്ഷം? മനസ്സ് എവിടുന്ന് വന്നോ അവിടെ തന്നെ എത്തിച്ചേരണം. ഈ മനസ്സ് ഉത്ഭവിച്ചത് ഈശ്വര ചൈതന്യത്തിൽ നിന്നാണ്. അത് ഓരോ ജന്മത്തിൽ കൂടെ ഞാൻ കർമ്മഫലം ഉണ്ടാക്കി, വാസന കർമ്മഫലം കൂട്ടി കൂട്ടി ഞാൻ ജന്മങ്ങളായിട്ട് എടുത്തു. പിന്നെ എനിക്ക് എത്തിച്ചേരേണ്ടത് എവിടെ? ഈ ഈശ്വരനിലോട്ട് തന്നെ വേണം. ഈശ്വരനിലോട്ട് എത്തിച്ചേരണം എന്നുണ്ടെങ്കിലോ വാസന ഉണ്ടാവരുത്. അപ്പൊ ഞാൻ വാസന നിർമുക്ത നേടി ഞാൻ തിരിച്ചും ലയിക്കണം. ഈ മനസ്സിന്റെ ധർമ്മം എന്തുവാ? മനസ്സ് എവിടുന്ന് വന്നോ അതിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. മനസ്സ് വന്നത് ഈ ഈശ്വര ചൈതന്യത്തിൽ നിന്നാണ്. ആ ഈശ്വര ചൈതന്യം അത് ഈശ്വരത്തിൽ നിന്ന് വേർപെട്ട് വാസനയോട് ചേർന്നപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ഈശ്വര ചൈതന്യത്തിന്റെ ഒരു അംശം എൻ്റെ വാസനയായിട്ട് ചേർന്നപ്പോൾ അത് ജീവാത്മാവായിട്ട് എനിക്ക് തോന്നല. ആ വാസന പോയാലോ ഞാൻ പിന്നെ പരമാത്മാവാ. അപ്പം ജീവാത്മാവും പരമാത്മാവും, ഞാനും ഈശ്വരനും ഇതാണ്. ജീവാത്മാവാണ് ഞാൻ, പരമാത്മാവാണ് ഈശ്വരൻ. അപ്പൊ ഇതിലെ കണക്ഷൻ എന്തുവാ? ഞാൻ ഉണ്ടായത് ഈശ്വരനിൽ നിന്നാ. എനിക്ക് എത്തിച്ചേരേണ്ടതും ഈശ്വരനിലോട്ടാ. ഇപ്പൊ എനിക്ക് പോകേണ്ടത് ഈശ്വരനിലോട്ടാ. പക്ഷെ നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നമ്മൾ വന്നത് ഈശ്വരനാണെന്ന്? കാരണം ഇതെല്ലാം ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഈ ജീവിതത്തിന്റെ അർത്ഥം തന്നെ നമുക്ക് മാറും. ഇപ്പൊ നമ്മൾ എന്തുവാ നോക്കുന്നേ? ജീവിതം ജീവിതം ദുരിതമാണ്. ജീവിതത്തിൽ സുഖങ്ങളുണ്ടെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ ജീവിതം ഒരു ദുരിതമാണ്. എല്ലാവരുടെയും കാഴ്ചപ്പാടാ. എത്ര പണം സമ്പാദിച്ചാലും എത്ര ഇതായാലും ദുരിതം മാറത്തില്ല. ഇപ്പൊ CJ റോയ് മരിച്ചല്ലോ, മറ്റേ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ. പണത്തിന്റെ പുറത്തിരിക്കുകയാണ്. പക്ഷെ ഒരു തന്നെത്താനെ വെടിവെച്ച് മരിക്കേണ്ട ഒരു ദുരിതത്തില്ല. ടെൻഷനില്ല. ഉറങ്ങിയില്ല അയാൾ. ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പണം കിട്ടുന്നതല്ല നമുക്ക് അപ്പോൾ നമ്മുടെ ഈ ദുരിതമാണ് ജീവിതം. അത് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ജീവിതം ഓവറോൾ നോക്കുമ്പോൾ ദുരിതാവസ്ഥയാണ്. കാരണം എന്താ? ഞാൻ എൻ്റെ കർമ്മഫലം അനുഭവിക്കുകയാണ്. ഈ കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്തു കൂട്ടിയ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലം. എവറി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കർമ്മഫലം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ജന്മം വരെ ഉള്ള ജന്മങ്ങളിൽ കൂടെ ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലമാണ്. ഒരു കർമ്മത്തിന്റെ ഫലം അതാ സയൻസ്. എവറി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മീൻസ് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണം. എവിടുന്ന് ഒറിജിനേറ്റ്? ഞാനൊരു കർമ്മം ചെയ്തു, എന്നിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു ആ കർമ്മം. ആ ഫലം ഞാൻ ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്തു. ഞാനൊരു കർമ്മം ചെയ്യാണ്. ഞാൻ ഒരു കർമ്മം ചെയ്ത് ഒരാളെ ദ്രോഹിച്ചു. ഞാൻ കൊടുത്ത ദ്രോഹം എന്നിൽ തന്നെ തിരിച്ചു വരും. അപ്പം ഞാൻ കൊടുത്ത കർമ്മഫലം എന്നിൽ തന്നെ തിരിച്ചു വരും. അതെന്നെ എന്നോട് വന്ന് ചേരും. അതാണ് അതിന്റെ മോക്ഷാവസ്ഥ. ഒരു കർമ്മത്തിൽ എവിടുന്ന് ഉത്ഭവിച്ചോ അത് അവിടെ തന്നെ വന്ന് ചേരും. ഇതെല്ലാം സൈക്കിളാണ്. സൈക്ലിക് പ്രോസസ്സാണ് എല്ലാം. അപ്പോൾ ഈ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ പെർസെപ്ഷൻ തന്നെ മാറും. നമ്മുടെ ജീവിതത്തിന്റെ മനോഭാവം തന്നെ മാറും. എന്നിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നതുവാ ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലം എന്നിൽ തന്നെ വന്ന് ചേരും. അപ്പം നമ്മൾ ഇതിനകത്ത് ദുരിതപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്നിൽ നിന്ന് പോയ ചേരും. പക്ഷെ ഇന്നലത്തെ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെങ്കിൽ നാളത്തെ എൻ്റെ കർമ്മഫലം നല്ലതായിരിക്കണമെങ്കിൽ ഞാൻ ഇന്ന് എങ്ങനെ കർമ്മങ്ങളെ ചെയ്യണം? അതാണ് നമ്മൾ ഈ ജീവിതം. ഇതിനൊക്കെ അറിയുന്ന എന്തിനു വേണ്ടിയാ? എൻ്റെ ജന്മത്തിന്റെ ഉയർച്ച. എല്ലാവരും എന്തിനു വേണ്ടിയാ കഷ്ടപ്പെടുന്നേ? എല്ലാവരും ഈ കർമ്മങ്ങൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? സുഖത്തിന് വേണ്ടിയാ, സമാധാനത്തിന് വേണ്ടിയാ. പക്ഷെ നമ്മൾ റോങ് ഡയറക്ഷനാണെന്നേ ഉള്ളൂ. നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ കർമ്മ പദ്ധതികളെല്ലാം മാറും. ഇപ്പം നമ്മൾ ഈ മനസ്സ് വന്നത് ഈശ്വരനിൽ നിന്നാ, ഈ ശരീരം വന്നത് പഞ്ചഭൂതത്തിൽ നിന്നാ. ഈ ജഡവസ്തുവിന്റെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ മനസ്സ് വന്നത് ഈശ്വരനിലാണെങ്കിൽ, എനിക്ക് പോകേണ്ടത് ഈശ്വരനിലാണെങ്കിൽ, ഈ ഈശ്വരനിൽ പോകാനുള്ള ഒരേ ഒരു വഴി എൻ്റെ കർമ്മഫലത്തിനെ മാറ്റുക.
എൻ്റെ കർമ്മവാസനകളെ ഇല്ലാതാക്കുക. അല്ലാതെ ഞാൻ എൻ്റെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതല്ല ജീവിതാഭിലാഷം. അപ്പൊ നമ്മുടെ ഒരു റോങ് കൺസെപ്റ്റിൽപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ശരീരത്തിന്റെ കാര്യങ്ങളെ മാത്രം ചിന്തിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തി എൻ്റെ ജീവിതം പോയി. ഞാൻ ഇങ്ങനെ എൻ്റെ കർമ്മഫലത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കർമ്മഫലത്തിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാലേ എനിക്ക് ഈശ്വരനോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എങ്ങനെ എൻ്റെ കർമ്മഫലത്തിനെ കുറയ്ക്കും? കർമ്മഫലത്തിനെ കർമ്മം കൊണ്ടേ കുറയ്ക്കാൻ ഒക്കത്തുള്ളൂ. ഒരു മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ ഉണ്ടാക്കി വെച്ച കർമ്മഫലത്തിനെ ഞാൻ എങ്ങനെ കർമ്മം ചെയ്യണം എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ എങ്ങനെ കർമ്മം ചെയ്താൽ എനിക്ക് ഈ ദുരിതത്തിൽ നിന്നും എന്നുവെച്ചാൽ ഈ ജീവിതത്തിൽ എനിക്ക് മോക്ഷാവസ്ഥയിലോട്ട് എൻ്റെ ഈശ്വരനോട്ട് ലയിക്കാം. നമ്മളിപ്പോ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി, ഈ ബേസിക് കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയാൽ ഗീത നമുക്ക് വളരെ ഇതായിട്ട് ലളിതമായിട്ട് മനസ്സിലാവും. കുറെ തത്വങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തത്വം പഠിക്കുന്ന ആരാണ് ഞാൻ എങ്ങനെ എൻ്റെ കർമ്മത്തിനെ റിഫോം ചെയ്യണം? സോ അതിന് നമ്മൾ പല പല പദ്ധതികളിൽ കൃഷ്ണൻ പറയുന്നു. ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് നമ്മുടെ കർമ്മഫലത്തിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജന്മം വന്നേക്കുന്നതിന് സഞ്ചിത കർമ്മത്തിൽ നിന്നാണ്. കർമ്മഫലത്തിൽ കൂടെ കഴിഞ്ഞ ജന്മം ഈ ശരീരം വിട്ടപ്പോഴ് ആ സമയത്ത് ഉണ്ടാകുന്ന കർമ്മഫലത്തിനെയാണ് പറയുന്നത് സഞ്ചിത കർമ്മം. ഇനി നമ്മൾ ആ സഞ്ചിത കർമ്മത്തിനെ കുറിച്ച് പറയണം. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഓരോരോ ഇതായിട്ട് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞതാണ് ഇതൊക്കെ. ഒരുമാതിരി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഷീബയ്ക്ക് എന്തോ തോന്നുന്നു? നേരത്തെ പറഞ്ഞോണ്ട് ഇതെല്ലാം ഒന്നുകൂടെ മനസ്സിലായി. നേരത്തെ ഇതെല്ലാം പറഞ്ഞതല്ല 2-3 ക്ലാസ്സിൽ. അല്ല, ഇതിപ്പോ ഇത് മനസ്സിൽ ഉറയ്ക്കുന്നുണ്ടോ? ഉണ്ട്. ഷീബയ്ക്ക് മനസ്സിലായി? ഷീബ പണ്ട് കേട്ടിട്ടുള്ളതാണ് ഇതല്ല. മനസ്സിലായി സാർ, ഇന്ന് കുറച്ചും കൂടെ മനസ്സിലായി. ഓക്കെ. ലേജി ക്ലാരിറ്റി ഇല്ലയോ? അന്ന് ലേജിക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? ഉണ്ട്. മറ്റേ വേറെ ഒരു റിയൽമി എന്നുള്ളത് ആരാ? അശ്വതി അല്ല. അശ്വതിയുടെ കാണുന്നത് വേറെ ആരുണ്ട്? ഷീബയല്ല, വേറെ ആരുണ്ട്? ലതി കൊച്ചമ്മ കേട്ടായിരുന്നോ? ലതി കൊച്ചമ്മ കേൾക്കാമോ? വേറെ ആരാ അത്? RMX 3388 എന്നുള്ള ഒരു നമ്പർ വരുന്നു. അത് ആരാ? അത് റിയൽമി പറഞ്ഞുകൊണ്ട്. എല്ലാവർക്കും ഒരുമാതിരി ഒരു ഇത്. ഇനി അടുത്ത സഞ്ചിത കർമ്മം പ്രാരബ്ധം ആഗാമിക്കും. അതുകൊണ്ട് ഈ കർമ്മഫലത്തിനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ സമയമാകാറായി. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ക്ലാരിഫൈ ചെയ്ത് പോകാം. നമുക്ക് വ്യക്തത വരാത്തതോ വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ലതികുച്ചുമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മ്യൂട്ട് എടുത്താൽ പറയാൻ പറ്റും. അതിൽ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ. ആരാ അത്? മഞ്ജു, ലേചേച്ചി, ഷീബ, അശ്വതി, ലതികുച്ചുമ്മ, ഗേച്ചേച്ചി, മറ്റേ മിനിച്ചിയുടെ അമ്മ. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി ടൈമില്ല മൊത്തത്തില്. അടുത്ത ക്ലാസ്